ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാമല്ലേ, യൂഷ്വലി ഞാൻ ചെയ്യുന്നതിനെക്കാട്ടും ഒന്ന് ഡിഫറെൻ്റ് ആണ്. സാധാരണ ഞങ്ങൾ ഏട്ടനും ഞാനും വാവയൊക്കെ ആയിട്ട് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾ ഡെയിലി റുട്ടീൻസും അവിടെ പോകുന്നതും ഇവിടെ പോകുന്നതൊക്കെ ആയിട്ട്. പക്ഷേ ഇത് ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ കൊളീഗ്സുമായിട്ട് ഞാൻ 1 ഡേ ടൂർ പോയായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യാറുണ്ട്, ഡ്യൂട്ടിക്ക് പോകാറെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊരു വീഡിയോ ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. ആക്ച്വലി ഞാൻ രജിസ്റ്റേർഡ് നേഴ്സ്, ഞാനൊരു നേഴ്സാണ്, ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടെയുള്ള ഫ്രണ്ട്സുമായിട്ട് പോയ ഒരു ടൂറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മുന്നേ ഒരു വീഡിയോയിലും കാണാത്ത പല മുഖങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. എല്ലാവരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്, ബട്ട് ഒരു യൂണിറ്റിലല്ലെങ്കിലും പല ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ബട്ട് ബേസിക്കലി ഓൾ ആർ നേഴ്സസ്. 24/7 ബിസി ഷെഡ്യൂളാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് റിലാക്സേഷനൊക്കെ വേണ്ടേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൂർ പ്ലാൻ ചെയ്തത്. ഒരുപാട് ലോങ് ഒന്നുമല്ല, കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള കക്കാടംപൊയിൽ എന്ന് പറയുന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും കേട്ട് പരിചയമുള്ള സ്ഥലമായിരിക്കും, പലരും പോയിട്ടും ഉണ്ടാവും. പോകാത്തവർ മസ്റ്റ് ട്രൈ സ്ഥലമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇപ്പോൾ ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ടാണ് പോകാതിരുന്നതെന്ന് പോലും ഞാൻ ആലോചിച്ച് പോയി. നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ, ഒരിക്കലെങ്കിലും. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ അവിടെ പോയിട്ടാണ് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഇതുവരെ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് എല്ലാവരും പോകണം കേട്ടോ. ആക്ച്വലി ഒരു 1.5 hour മാത്രമേ സ്ഥലത്തോട്ടുള്ളൂ. പക്ഷെ ബസ് കയറിയത് മുതൽ ഞങ്ങൾ എല്ലാവരും തകർക്കുകയായിരുന്നു. ഒരാൾ പോലും വെറുതെ ഇരുന്നില്ല, എല്ലാവരും ഡാൻസ് ആയിരുന്നു. നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലേ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ്ടേ. ഈ DJ ലൈറ്റ് ഉണ്ടെങ്കിലേ തുള്ളാർ വായ്പുള്ളൂ. അതുകൊണ്ട് തന്നെ പകൽ സമയമാണെങ്കിലും കർട്ടനിട്ട് ബസ് ഇരുട്ടാക്കി ലൈറ്റിട്ട് തുള്ളിയ ഐറ്റംസാണ് ഈ കാണുന്നത്. ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയ ഡാൻസ്. കക്കാടംപൊയിൽ പ്ലേസ് എത്തിയപ്പോൾ ഏകദേശം 1.5 hour കഴിഞ്ഞിട്ടാണ് സ്റ്റോപ്പായത്. ദാറ്റ് മീൻസ് ഒരേ വൈബിളുള്ള ആൾക്കാർ ഒത്തുചേരുമ്പോഴേ ഈ ഒരു ഫീൽ കിട്ടുള്ളൂ. ഈ സ്റ്റേറ്റ്മെൻറ്റോട് യോജിക്കുന്നവർ പ്ലീസ് കമൻറ്റ് ചെയ്യണം. ഈ കാണുന്ന പലരും ടൂറിന് തിരക്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ വന്നിരിക്കുന്നത് കേട്ടോ, ഇൻക്ലൂഡിങ് മീ. ബട്ട് ആ ഒരു എനർജിക്കറൊന്നും നമ്മൾ ഡാൻസ് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഡാൻസ് എല്ലാം സെറ്റായിരുന്നു. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കൊളീഗ്സിനൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാവരെയും കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ചിലരൊക്കെ മിസ്സായിട്ടുണ്ട്. മിസ്സായവർ ദയവ് ചെയ്ത് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ എവിടെ പോവുകയാണെങ്കിലും മീൻസ് ടൂറൊക്കെ പോകുന്ന സമയത്ത് മാക്സിമം എല്ലാ സീൻസും വീഡിയോ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്കത് പിന്നെ കാണുമ്പം ഒരു പ്രത്യേക ഫീലല്ലേ. പിന്നത്തെ കാര്യങ്ങളൊക്കെ റിവൈൻഡ് ചെയ്യാൻ പറ്റുന്നത് സെറ്റപ്പാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും എല്ലാ കാര്യങ്ങളും ഫോണിൽ വീഡിയോസ് എടുക്കാറുണ്ട്. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കക്കാടംപൊയിൽ പ്ലേസ്. മീൻസ് അങ്ങോട്ടുള്ള വഴിയാണ്, ഒരു ഹിൽ ടോപ്പ് ഏരിയ ആണ്. ഏകദേശം നമുക്കൊരു വയനാട് ചുരമൊക്കെ കയറുന്നൊരു ഫീൽ കിട്ടും കേട്ടോ. ആ ഒരു ആംബിയൻസ് ഉണ്ട് കംപ്ലീറ്റ്ലി. കക്കാടംപൊയിൽ സ്കൈവേ എന്ന് പറയുന്ന അഡ്വഞ്ചർ ആൻഡ് വാട്ടർ തീം പാർക്കിലാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ എൻട്രൻസ് പോർഷനാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു. രാവിലെയാണ് വെയിലും കുറവായിരുന്നു. നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് പെർ ഹെഡ് 899 rupees. സത്യം പറയാനാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി വെർത്താണ്. കാരണം നമുക്കിവിടെ ഏകദേശം ഒരു 20ഓളം റൈഡ്സ് അവൈലബിൾ ആണ്. അഡ്വഞ്ചർ ആയാലും അല്ലാണ്ട് വാട്ടർ ഓറിയൻറ്റഡ് ആയാലും. അപ്പം രണ്ടാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ ഏകദേശം ഓരോന്നിനും ഏകദേശം ഒരു 200-300 റേഞ്ചിൽ പെർ ഹെഡ് ആവാറുണ്ട്. പക്ഷേ ഈ ഒരു പാക്കേജ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി വെർത്താണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പാർക്ക് മാത്രമല്ല കേട്ടോ എടുത്ത് പറയേണ്ടത്, അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഹോട്ടലും ഫുഡൊക്കെ അടിപൊളിയാണ്. നമ്മൾ ലൈറ്റായിട്ടൊരു ചായ കുടിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പാർക്കിലെ വ്യൂസ് എടുക്കുന്ന തിരക്കിലും ഞാൻ വേലപ്പന ചില കാര്യങ്ങൾ എടുക്കാൻ മറന്നില്ല. വേലപ്പൻ മലയോര പ്രദേശങ്ങളെ വീഡിയോ എടുത്ത് തിരക്കിലാണ്. അപ്പം ഇങ്ങനെ വീഡിയോസ് എടുത്ത് വെച്ചെങ്കിലല്ലേ നമുക്ക് ഭാവിയിൽ സ്റ്റിക്കറാക്കാനും ട്രോളാനൊക്കെ പറ്റുള്ളൂ. ഞാൻ ഇദ്ദേഹത്തെ വേലപ്പെന്നും ഇദ്ദേഹത്തെ ദാസപ്പെന്നാണ് ഗൈസ് വിളിക്കുന്നത്. ആ പാർക്കിലെ വൺ ഓഫ് ദ മോസ്റ്റ് അടിപൊളി സാധനങ്ങളിൽ ഒന്നാണ് പോകുന്നത്. നമുക്ക് ഇരുന്ന് പോകാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. സിപ്പ് ലൈനിൽ കുറച്ച് ഹൈറ്റിലാണ് ഞാൻ പോയായിരുന്നു, പക്ഷേ വീഡിയോ എടുത്തില്ല. നെക്സ്റ്റ് ഇതും ഈ കാണുന്നതും അടിപൊളിയാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച് അത്ര പേടിക്കേണ്ട സീനൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി സാധനമായിരുന്നു. പല ഫെസ്റ്റിവൽസിന് പോകുമ്പോഴും ഞാൻ ഈ സംഭവം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കയറാനുള്ളൊരു സന്ദർഭം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. വീഗാലാൻഡിലും വിസ്മേലകളിലും സെറ്റപ്പാണല്ലോ, പക്ഷേ ഇതിന് ഞാൻ കയറിയിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് കയറുന്നത്. ഞാൻ പ്രതീക്ഷിച്ച അത്ര പേടി എനിക്ക് തോന്നിയില്ല, പക്ഷെ കുറച്ചൊക്കെ പേടി ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വീണ് പോകുന്നൊക്കെയുള്ള ഒരു പേടി നമുക്ക് എന്തായാലും വരുമല്ലോ. ആ ബെൽറ്റ് ഊരി പോകുമ്പോൾ ഞാൻ അത്ര ടോക്സിക് ചിന്തകളായിരുന്നു ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത്. ആ ബെൽറ്റ് ഊരി പോകുമ്പോൾ, ആ സാധനം മറിഞ്ഞു പോകുമ്പോൾ, അങ്ങനെയൊക്കെയാണ് ചിന്തകൾ. പക്ഷേ സേഫായിരുന്നു കേട്ടോ, നല്ല സെറ്റാണ്. ഇതൊന്നും പോരാത്തതിന് തലകുത്തി മരുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു. നമ്മൾ കുടലെല്ലാം കൂടെ നമ്മൾ വായി കൂടെ പുറത്തോട്ട് വരും നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷേ വരില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ടഫസ്റ്റ് സാധനം, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയായിട്ടുള്ളത്. പിന്നെയാണെങ്കിൽ സിപ്പ് ലൈൻ, സൈക്ലിംഗ്, അങ്ങനെ പല ഹൈറ്റ്സിലൂടെയുള്ള പല അഡ്വഞ്ചർ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അഡ്വഞ്ചേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൂളിലോട്ട് ഇറങ്ങിയത്. അത് അടിപൊളിയായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങിയാൽ പറയണ്ടല്ലോ. വെള്ളം പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണല്ലോ. നീന്താൻ അറിയില്ലെങ്കിൽ കൂടെ നമ്മൾ പൂൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ.
പക്ഷേ പല വീഡിയോസ് നമ്മൾ സിപ്പ് ലൈനിൽ പോകുന്ന വീഡിയോസ് നമ്മൾ വെർട്ടിക്കൽ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വ്ളോഗിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റുന്നത്. പക്ഷേ എല്ലാം ടോട്ടലി കംപ്ലീറ്റ്ലി അടിപൊളിയായിരുന്നു കേട്ടോ. പൂളിൽ വെള്ളത്തിൽ വെച്ച് നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തായിരുന്നു ഗ്യാങ് ആയിട്ട്. എല്ലാം അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഓൺലി ബി റിലീസ് ഓൺ അപ്കമിങ് ഡേയ്സ്. എല്ലാം നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും. ആ റീൽസിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ആ ഒരു മൂവ്സ് എല്ലാം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പാട്ട് ഏതാണെന്നുള്ളത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും. എനിവേ ടൂർ ഒരു രക്ഷയില്ലായിരുന്നു. 1 ഡേ ടൂർ ആണെങ്കിലും അടിപൊളിയായിരുന്നു. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തായിരുന്നു. അപ്പം എൻജോയ് ചെയ്ത് അവസാനമായപ്പോഴത്തേക്ക് മൊത്തത്തിൽ ടയേർഡായി, വെള്ളത്തിലൊക്കെ കളിച്ച്. അതുകൊണ്ട് ബാക്കിയുള്ള പോർഷൻസ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ലാസ്റ്റ് വെള്ളത്തിൽ നിന്ന് കയറി ഏകദേശം ഒരു 5 മണിയായ സമയത്ത് നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി ചേഞ്ച് ചെയ്തു, ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ നേരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.